അച്ഛന് ഞങ്ങളുടെ അടുത്തേക്ക് എന്നെ തിരിച്ചെത്തിച്ചല്ലോ. മോളെ. അച്ഛൻ വന്നു. മോളെ മഞ്ചാടി, മോളെ. അച്ഛനകത്തേക്ക് എന്നെ അല്ലേ മോളെ വരുന്നത്, പിന്നെ എന്തിനാ അവരൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നത്? അച്ഛനെ കണ്ട സന്തോഷത്തില് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അച്ഛൻ മാലയൊക്കെ ഊരിയോ? ആ, ഗണപതി ക്ഷേത്രത്തിൽ പോയി മാലയൊക്കെ ഊരിട്ടാ വരുന്നത്. ഇനി ഈ വസ്ത്രങ്ങൾ കൂടി ഒന്ന് മാറണം. മഞ്ചാടി, നീ പോയി സരോജിനി ആന്റിയോട് അമ്മാവന് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കാൻ പറ. പറയാം. ഏയ്, അതൊന്നും വേണ്ടരിക്കും. പമ്പയിലെ വെള്ളത്തിലെ തണുപ്പിൽ കുളിച്ചിട്ടാ ഞാനിങ്ങ് വരുന്നത്. പിന്നെ എന്തിനാ വെറുതെ വീട്ടിൽ വന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്? അല്ല, മലച്ചവിട്ടിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതിയല്ലോ. അതൊന്നും വേണ്ട രഘു. വാ മോളെ, രഘു വാ, നമുക്ക് അകത്തേക്ക് പോകാം. മോനെ, ശബരി എപ്പോ എത്തി? കുറച്ച് സമയം അയച്ച. അച്ഛൻ ശബരിമല യാത്ര കഴിഞ്ഞ് വരുന്ന കാര്യം ഞാനിവിടെ വന്നപ്പോഴറിഞ്ഞു. ഇന്ന് രാവിലെയാ ഞാൻ രഘുവിനെ വിളിച്ച് പറഞ്ഞത്. അച്ഛനവിടെ സുഖം തന്നെയല്ലേ ശബരി? ആ, സുഖമായിട്ടിരിക്കുന്നു. ശബരി ഇരിക്കും. മോളെ, അച്ഛനൊന്ന് കുളിച്ച് വസ്ത്രം മാറി വരും. ശരി അച്ഛൻ. അച്ഛൻ എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ല അച്ഛൻ. അച്ഛന് എന്താ മോളെ, നിന്നോട് ദേഷ്യോ? എന്തിന്? പിന്നെന്താ അച്ഛൻ എന്നോടൊരു വാക്ക് പോലും മിണ്ടാത്തത്? അത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കരുതിയിട്ടാ മോളെ. എന്നോട് ക്ഷമിക്കച്ച. ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉള്ള ശിക്ഷ എനിക്ക് കിട്ടിയച്ച. എന്റെ തെറ്റുകളെല്ലാം അച്ഛൻ പൊറുക്കണം. എനിക്ക് മാപ്പ് തരണം അച്ഛ. മോളെ, എന്താ മോളെ ഇത്? നീ എന്തിനാ അച്ഛനോട് മാപ്പൊക്കെ ചോദിക്കുന്നത്? എന്റെ മോളെ എനിക്ക് അറിഞ്ഞൂടെ? സാരമില്ല കേട്ടോ, മോള് വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും നിനക്ക് നിന്റെ തെറ്റ് ബോധ്യപ്പെട്ടല്ലോ. പഞ്ചരത്നത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ നീ മറ്റാരേക്കാളും മുമ്പ് തന്നെ തിരിച്ചു പോകും. അച്ഛന്റെ പ്രാർത്ഥന നിങ്ങളെല്ലാം എത്തിയിട്ടുണ്ടെന്ന് അച്ഛന് മനസ്സിലായി. അത് മതി, അത് മാത്രം മതി അച്ഛന്. കരയല്ലേ, കരയല്ലേ. അച്ഛനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം. ശബരേട്ട, അച്ഛൻ വാ.